എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. ഫോർട്ട് കൊച്ചി ഇരട്ട ഭവന സമുച്ചയ ഉദ്ഘാടനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തുണ്ടായിരുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള ജനവിഭാഗത്തിനെ പുനർനിർദേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് TM മേയറായിരിക്കുമ്പോഴും കൗൺസിലറായിരിക്കുമ്പോഴും ഇത്തരം ആൾക്കാർക്കൊക്കെ ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി അവരൊക്കെ ചെറിയ വീടുകളിലൊക്കെ താമസമാക്കിച്ച് അങ്ങനെ കുറെ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ 2016-ൽ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഒരു ഫയൽ ബുക്ക് എടുക്കുന്നത്. അതിനു മുമ്പ് ഒരു റേപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കുറെ ഫണ്ട് നമുക്ക് കിട്ടി. അഡ്വക്കേറ്റ് M. അനിൽകുമാർ അധ്യക്ഷനായി. ഡെപ്യൂട്ടി മേയർ KA അൻസിയ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK അഷ്റഫ്, ആന്റണി കൂരിത്തറ, ബെനഡിക് ഫെർണാണ്ടസ്, ഷീബാലാൽ, CD വത്സലകുമാരി, PS രാജം, പ്രിയ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. നമ്മളെല്ലാവരും 27-ാം തീയതി നമ്മുടെ റേപ്പ് പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടന വേളയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ മേയർ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലായിടത്തും നമ്മൾ പറയാറുള്ളത് പോലെ പുതിയൊരു കൗൺസിലിലോട്ട് കടന്ന് കാലെടുത്ത് വെച്ചപ്പോഴുള്ള പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ന് എല്ലാ കൗൺസിലർമാരുടെയും എല്ലാ പ്രദേശത്തും നിറപുഞ്ചിരിയോടെ കൗൺസിലർമാർ ഉദ്ഘാടന ചടങ്ങുകളുടെ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരം ഇന്ത്യയില അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഹൈറൈസ് ബിൽഡിങ്ങുള്ള ഭവനരഹിതർക്കുള്ള ഭവന പുനരധിവാസ പദ്ധതിയാണ്. എനിക്ക് ഞാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പഠിച്ചവൻ ഒന്ന് നിശ്ചയിക്കും ദൈവം. ഞാൻ തുടങ്ങി വെച്ചു, എൻ്റെ കൈകൊണ്ട് അവസാനിപ്പിക്കും. 1-ാം ടവറിൽ ഏതാണ്ട് 41.74 കോടി രൂപയും 2-ാം ടവറിൽ ഏതാണ്ട് 44 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നത്. ഈ ഫ്ലാറ്റിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ പഴയ കെട്ടിടം പോലെയല്ല, കാർ പാർക്കിംഗ് അടക്കം, ടോയ്ലറ്റ് അടക്കം, അതിൻ്റെ ലോൺ അടക്കം, ഡൈനിങ് മുറികളടക്കം, നിങ്ങൾക്ക് കിച്ചൺ അടക്കം എല്ലാം അതിനകത്ത്. രക്ഷാധികാരി KJ മാക്സി MLA, ചെയർമാൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, ജനറൽ കൺവീനർ TK അഷ്റഫ് എന്നിവരാണ് ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.